പക്ഷേ അത് നമ്മളുടെ ചോയ്സിനനുസരിച്ച് ലഭിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ ഒരു ഏരിയയിലാണ് കരിക്കിനേറ്റ് ഗ്രൂപ്പ് കഴിഞ്ഞ 75 വർഷമായി അവരുടെ പേര് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ശ്രീ ചാണ്ടപിള്ള ഗീവർഗീസ് 1938 കൈപ്പട്ടൂരിൽ ടെക്സ്റ്റൈൽ ബിസിനസ്സിൽ ഹോൾസെയിൽ പ്രസ്ഥാനമായി തുടക്കം കുറിച്ചതാണ് കരിക്കിനേറ്റ്. 1998 അദ്ദേഹത്തിന്റെ പുത്രനായ ശ്രീ തോമസ് കരിക്കിനേറ്റ് തിരുവല്ലയിൽ കരിക്കിനേറ്റ് സിൽക്സ് എന്ന റീറ്റെയിൽ വിംഗ് ആരംഭിച്ചു. പിന്നീട് തിരുവല്ല ക്ലബ് 7 സെലസ്റ്റിയം എന്ന ടെക്സ്റ്റൈൽ ഷോറൂമിനും തോമസ് കരിക്കിനേറ്റ് തുടക്കം നൽകി. ആ വിജയഗാഥയുടെ തുടർച്ചയെന്നോണം ഇന്ന് 2013 ഏപ്രിൽ 4 കരിക്കിനേറ്റ് ഗ്രൂപ്പിന്റെ 9ാമത്തെ ഷോറൂം അക്ഷരങ്ങളുടെ അക്ഷയ തീരത്ത് മിഴി തുറക്കുകയാണ്. കരിക്കിനേറ്റ് ഗ്രൂപ്പിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഏതൊരു ബിസിനസ് വെഞ്ചറിന്റെ കൂടെയും ഏതൊരു മഹത് സംഭവത്തിന്റെ ഒപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ പിൻബലം പുണ്യമെന്ന് കരുതുന്ന ആൾക്കാരാണ് ഇതിന്റെ മുന്നിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരത്തിൽ നിർധനരായ 75 വനിതകൾക്ക് സൗജന്യ തയ്യൽ മെഷീനുകളും 75 വിദ്യാർത്ഥിനികൾക്ക് +1, +2 പഠന സഹായ സ്കോളർഷിപ്പും ഉൾപ്പെടുത്തി കരിക്കിനേറ്റ് ഒരു ചാരിറ്റി ട്രസ്റ്റും ഇന്ന് രൂപീകരിച്ചു. കരിക്കിനേറ്റ് ചാരിറ്റി ചാരിയറ്റ് എന്നാണ് ഈ ട്രസ്റ്റിന്റെ പേര്. സൗജന്യ തയ്യൽ മെഷീൻ വിതരണ പദ്ധതിക്ക് ആദ്യം ഉദ്ദേശിച്ചത് കോട്ടയം മുനിസിപ്പാലിറ്റിയിലെ 52 വാർഡുകളിൽ നിന്നുള്ള നിർധനരായ വനിതകളെ ആയിരുന്നെങ്കിലും 75 വർഷം പ്ലാറ്റിനം ജൂബിലി സെലിബ്രേറ്റ് ചെയ്യുന്ന കരിക്കിനേറ്റ് അവര് തീരുമാനിച്ചത് 75 വനിതകൾക്ക് നൽകണമെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് തിരുവാർപ്പ് പഞ്ചായത്തിന്റെ 18 വാർഡുകളും ഐമനം പഞ്ചായത്തിലെ 20 വാർഡുകളിലെ കൂടി പദ്ധതിയിൽ അവർ ഉൾപ്പെടുത്തി. പക്ഷേ ഓരോ വാർഡിലും ഓരോ തയ്യൽ മെഷീൻ വീതം നൽകാം എന്ന തീരുമാനം കരിക്കിനേറ്റ് ഗ്രൂപ്പിന്റെ ഭാരവാഹികൾ എടുത്തു. ഇപ്പോൾ 90 വനിതകൾക്കാണ് തയ്യൽ മെഷീൻ ഇവർ നൽകാൻ പോകുന്നത്. അതിനുവേണ്ടി നല്ലൊരു കൈഡി നമ്മൾ നൽകണം. ബിക്കോസ് ഒരു ഉപജീവന മാർഗമാണ് ഇവർ ഉണ്ടാക്കി കൊടുക്കുന്നത് 90 കുടുംബങ്ങൾക്ക്. അതത്ര സുഖമായ കാര്യമല്ല. നമ്മളൊക്കെ നമ്മളുടെ കാര്യം നോക്കി മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. മറ്റൊരാളെ കുറിച്ച് ചിന്തിക്കാനുള്ള സമയമില്ല. ജീവിതം അത്രയും പ്രശ്നങ്ങളുടെ സമയം ആണ്. പക്ഷെ ഇത്രയും വലിയ ബിസിനസ് ഗ്രൂപ്പുകൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾക്കും അതൊരു പ്രചോദനമാണ്. അവരുടെ വളർച്ചയിൽ നാടിനെയും അവർ കൂട്ടുന്നു. അത് ആലോചിക്കുമ്പോൾ വലിയ വലിയ സന്തോഷം തോന്നുന്നു. ഓക്കെ, സോ നൗ കോട്ടയം മുനിസിപ്പാലിറ്റി അതിർത്തിയിലെ വനിതകൾക്ക് മാത്രമല്ല സ്കൂളിൽ നിന്നും ഇക്കൊല്ലം SSLC പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന നിർധനരായ 75 സ്റ്റുഡൻസ് +1, +2 തുടർ പഠനത്തിനായി ധനസഹായം നൽകാനുള്ള സ്കോളർഷിപ്പ് പദ്ധതിയും കരിക്കിനേറ്റ് ഗ്രൂപ്പ് ഇവിടെ നൽകിയിട്ടുണ്ട്. ആൻഡ് ഈ സ്റ്റുഡൻസിന് പുത്തൻ പ്രതീക്ഷകൾ കരിക്കിനേറ്റ് ഗ്രൂപ്പ് ഈ ഒരു സ്കോളർഷിപ്പിലൂടെ നൽകുന്നു. വീണ്ടും മറ്റൊരു വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു കാര്യമാണ് കരിക്കിനേറ്റ് ഗ്രൂപ്പ് ചെയ്യുന്നത്. സോ ഐ തിങ്ക് ഒരു ഇനോഗ്രേഷൻ മാത്രമല്ല, 75 കുട്ടികളുടെ ഡ്രീംസിന് ഒരു സാക്ഷാത്കരണം കൂടെയാണ് കരിക്കിനേറ്റ് ഗ്രൂപ്പ് ഇന്ന് തുടക്കം കുറിക്കുന്നത്. കരിക്കിനേറ്റ് ചാരിറ്റി ചാരിയറ്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനവും ഇതോടൊപ്പം ഇന്ന് ഈ വേദിയിൽ നടക്കുകയും ചെയ്യും. കരിക്കിനേറ്റിന്റെ 75ാം ഇയറിൽ ഒരു പ്ലാറ്റിനം ജൂബിലി ഉപഹാരമായി ശ്രീ തോമസ് കരിക്കിനേറ്റ് കോട്ടയംകാർക്കായി സമർപ്പിക്കുകയാണ് കരിക്കിനേറ്റ് സിൽക്ക് വിലാജിയോ. ആൻഡ് ഇന്ന് ഇതിന്റെ ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്നത് ആരാണ്? ഇത്രയും ചെറുപ്പക്കാരെ കണ്ടപ്പോ തന്നെ നമുക്കറിയാം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു താരറാണിയാണെന്ന് യാതൊരു സംശയവുമില്ല. ആരൊക്കെയാണ് കാത്തിരിക്കുന്നത്? all of you അല്ലെ? എനിവേസ് തീർച്ചയായിട്ടും നിങ്ങൾ കാത്തിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട നടി ഇവിടെ ഏത് നിമിഷവും എത്തിച്ചേരും. അതിനുവേണ്ടി എല്ലാരും കാത്തിരിക്കുന്നു എന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടോ? ആ സൈഡിലോ? ഇവിടെ എല്ലാവരും ഭയങ്കര ലക്കിയാണ്. ബിക്കോസ് ഈ റൂട്ടാണല്ലോ. ഓക്കെ, സോ ഡെഫിനറ്റ്ലി ആരാണ് വരുന്നത്? യെസ്, നമ്മൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട സൗത്ത് ഇന്ത്യൻ ഫിലിംസിൽ സൂര്യയുടെയും വിജയുടെയും കൂടെയൊക്കെ തകർത്തഭിനയിച്ച കാജൽ അഗർവാൾ ആണ് നമ്മളുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി ഇവിടെ എത്തുന്നത് ഫോർ ദ ഷോറൂം ഇനോഗ്രേഷൻ. തീർച്ചയായിട്ടും അതൊരു വണ്ടർഫുൾ മൊമെന്റ് ആയിരിക്കും നമ്മൾക്ക് എല്ലാവർക്കും. പക്ഷേ കാജൽ മാത്രമല്ല, കൂടെ നമ്മളുടെ നാട്ടിൽ സോഷ്യലി ഇക്കണോമിക്കലി
പൊളിറ്റിക്കലി റിലീജിയസ്ലി പ്രവർത്തിക്കുന്ന കുറെ പ്രവർത്തകരും നമ്മളുടെ കൂടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വിശിഷ്ട അതിഥികളും നമ്മളുടെ കൂടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ചേരാൻ കുറച്ച് നേരം നമ്മൾ നൽകണം. കുറച്ചുപേരൂടെ ഓൺ ദെയർ വേ. അറിയാലോ ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ ട്രാഫിക് ബ്ലോക്ക് ഒക്കെ എന്തായിരിക്കും എന്ന്. സോ ഇവരെല്ലാവരും ഇവിടെ എത്തിച്ചേർന്ന ഉടനെ തന്നെ നമ്മളുടെ ഔപചാരികമായ ഫംഗ്ഷനിലേക്ക് നമ്മൾ കടക്കുന്നതായിരിക്കും. കരിക്കിനേറ്റ് സിൽക്സ് വിലാജിയോ, കരിക്കിനേറ്റ് ഗ്രൂപ്പിന്റെ ഏതൊരു ഷോറൂം പോലെയും ഇവിടെയും ഒരു വേരീഡ് സെലക്ഷൻ ഓഫ് ക്ലോത്ത്സ് നിങ്ങൾക്ക് ലഭിക്കും. ട്രെൻഡ്, ട്രഡീഷൻ, സ്റ്റൈൽ, ഫാഷൻ ഇവയുടെ ഒരു ഫ്യൂഷൻ തീർക്കുന്ന വസ്ത്ര സിംഫണിയാണ് കരിക്കിനേറ്റ് സിൽക്ക് വിലാജിയോ. ആ ലോകത്തേക്ക് പ്രവേശിക്കാൻ ഇനി അധികം സമയം ബാക്കിയില്ല. പക്ഷേ നമ്മളുടെ കുറച്ച് വിശിഷ്ട അതിഥികൾ കൂടെ ഇവിടെ എത്തിച്ചേരാനുണ്ട്. സോ നമുക്ക് അതിനുവേണ്ടി കാത്തിരിക്കാം. 2 മിനിറ്റ് ഞാൻ തിരിച്ചു വരാം. Kiss me baby, won't you baby, main ko pyala. Kiss me baby, tu hai mera dilu mukala. Kiss me baby, won't you baby, main ko pyala. Kiss me baby, tu hai mera dilu mukala. मुश्किल है कितना मुश्किल मन पे काबू करवाना, देखे जो तुझको देखे हो जाए वो दीवाना. Alright ladies and gentlemen, കരിക്കിനേറ്റ് സിൽക്ക് വിലാജിയോ, കരിക്കിനേറ്റ് ഗ്രൂപ്പിന്റെ 9ാമത്തെ ഷോറൂം കുറച്ച് നിമിഷങ്ങൾക്കകം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോവുകയാണ്. അതിനു മുമ്പ് ഈ വേദിയിലേക്ക് നമ്മുടെ വിശിഷ്ട അതിഥികളെ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ആദ്യം തന്നെ I would like to welcome somebody who represents കരിക്കിനേറ്റ് ഗ്രൂപ്പ്. അദ്ദേഹം വേദിയിലുള്ളപ്പോൾ മാത്രമേ ബാക്കിയുള്ള വിശിഷ്ട അതിഥികളെ എനിക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ സാധിക്കൂ. അത് മറ്റാരുമല്ല, ശ്രീ തോമസ് കരിക്കിനേറ്റ് ആണ്, മാനേജിംഗ് പാർട്ണർ ഓഫ് കരിക്കിനേറ്റ് ഗ്രൂപ്പ്. അദ്ദേഹത്തെ വേദിയിലേക്ക് ആദ്യം തന്നെ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നല്ലൊരു കൈഡിയോടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. നല്ലൊരു കൈഡിയോടെ ലെറ്റ്സ് വെൽക്കം ശ്രീ തോമസ് കരിക്കിനേറ്റ്, മാനേജിംഗ് പാർട്ണർ ഓഫ് കരിക്കിനേറ്റ് ഗ്രൂപ്പ്. കരിക്കിനേറ്റ് ഗ്രൂപ്പിന്റെ റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് തുടക്കം മുതൽ ഇന്ന് വരെ അദ്ദേഹത്തിന്റെ ഒരു ബാക്കിങ്ങോട് കൂടിയാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഇന്നത് 9ാമത്തെ ഷോറൂമാണ് ഇവിടെ നമ്മൾ സമ്മാനിക്കുന്നത് 75th പ്ലാറ്റിനം ജൂബിലിയുടെ ആഘോഷത്തിന്റെ ഭാഗമായിട്ട്. വെൽക്കം സർ. അടുത്തതായി നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അത് മറ്റാരുമല്ല, ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സർ, കോട്ടയത്തിന്റെ സ്വന്തം MLA, കോട്ടയത്തിന്റെ അഭിമാനം, മിനിസ്റ്റർ ഫോർ ഹോം ആൻഡ് വിജിലൻസ്, ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ വെസ്റ്റ് മിനിസ്റ്ററായി ഏഷ്യാനെറ്റ് തിരഞ്ഞെടുത്ത കോട്ടയംകാരുടെ പ്രിയപ്പെട്ട തിരുവഞ്ചൂരാണ് ഇന്നത്തെ ചടങ്ങിന്റെ അധ്യക്ഷത വഹിക്കുന്നത്. സ്വാഗതം സർ. നമ്മളുടെ കൂടെ മറ്റ് പല വിശിഷ്ട അതിഥികളും എത്തിച്ചേർന്നിട്ടുണ്ട്. ശ്രീ MP ഗോവിന്ദൻ നായർ, ട്രാവൻകോർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ശ്രീ ആന്റോ ആന്റണി MP, ഇമാം മുഹമ്മദ് നദീർ മൗലവി, ചെയർമാൻ ഓഫ് ഫലാഹിയ ഇസ്ലാമിക് ചാരിറ്റബിൾ ട്രസ്റ്റ്, ഡിസ്ട്രിക്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രാധാ വി നായർ, മുനിസിപ്പൽ ചെയർമാൻ ശ്രീ MP സന്തോഷ് കുമാർ, ശ്രീ ടോമി കല്ലാനി DCC പ്രസിഡന്റ്,